വംശനാശ ഭീഷണിയിലുള്ള ജീവികളുടെ സംരക്ഷണത്തിൽ വലിയ വിജയം കൈവരിച്ചുകൊണ്ട് അമേരിക്കയിലെ സ്മിത്ത് സോണിയൻ നാഷണൽ റിസർവിൽ വംശനാശ ഭീഷണിയിലായിരിക്കുന്ന പെയിന്റഡ് റിവർ ടെറാപ്പിൻ എന്ന അപൂർവ നദി ആമയുടെ വിജയകരമായിട്ടുള്ള ഹാച്ചിങ് റിപ്പോർട്ട് ചെയ്തു. തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഈ ആമയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ. ലോകത്ത് അത്യന്തം കുറച്ചു മാത്രമേ ഈ ഇനം ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ ഈ വിജയകരമായിട്ടുള്ള വിരിയൽ ആഗോളതലത്തിലൊരു നിർണായക സംരക്ഷണ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്മിത്ത് സോണിയൻ നാഷണൽ സൂ നടപ്പിലാക്കുന്ന ശാസ്ത്രീയ പരിചരണങ്ങളും നിയന്ത്രിത പ്രജനന പദ്ധതികളും അതായത് ക്യാപ്റ്റീവ് ബ്രീഡിംഗും മൂലമൊക്കെയാണ് ഈ അപൂർവമായിട്ടുള്ള വിജയം സാധ്യമായത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം ശ്രമങ്ങൾ ഭാവിയിൽ പെയിന്റഡ് റിവർ ടെറാപ്പിൻ പോലുള്ള ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ഇനങ്ങളുടെ നിലനിൽപ്പിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ സംഭവം വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ജീവികളെ സംരക്ഷിക്കാൻ മനുഷ്യ ഇടപെടലുകളും ശാസ്ത്രീയ സംരക്ഷണ പ്രവർത്തനങ്ങളും എത്രമാത്രം നിർണായകമാണെന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ ശാസ്ത്രീയ നാമം ബറ്റാഗൂർ ബോർണിയോഎൻസിസ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും അപൂർവവും അതീവ ഭീഷണിയിലായിരിക്കുന്ന മധുരജല ആമകളിൽ ഒന്നാണിത്. ഇത് പ്രധാനമായിട്ടും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നദീതീര പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ശക്തമായിട്ടുള്ള നിറഭേദങ്ങളും പ്രത്യേക തല അലങ്കാരവും ഉള്ളതിനാൽ തന്നെ ഈ ടെറാപ്പിൻ മറ്റ് തരം ആമകളിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ശാസ്ത്രീയപരമായിട്ട് ഇത് ബറ്റാഗൂർ ജനുസിൽപ്പെടുന്ന ഒരു ജാതിയാണ്. ഇംഗ്ലീഷിൽ പെയിന്റഡ് റിവർ ടെറാപ്പിൻ എന്ന പേര് എന്നറിയപ്പെടുന്നതിന്റെ കാരണം പ്രത്യേകിച്ച് ആണാമകൾക്ക് പ്രജനന കാലത്ത് തലയിലും കഴുത്തും ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തെളിഞ്ഞ ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് നിറങ്ങളാണ്. മലയാളത്തിൽ ഇതിനെ പൊതുവെ നദിയാമ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. നമുക്ക് ഇതിന്റെ പൂർവികരും വികാസത്തിന്റെ ആരംഭവും സംഭവിച്ച കഥകളിലേക്കൊന്ന് പോയാലോ? പെയിന്റഡ് റിവർ ടെറാപ്പിൻ ലോകത്തിലെ ഏറ്റവും അപൂർവവും ഗുരുതരവുമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന മധുരജല ആമകൾ ഒന്നാണ്. അതിന്റെ വികാസ ചരിത്രം ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് നീളുന്നതാണ്. ഇന്നത്തെ പെയിന്റഡ് റിവർ ടെറാപ്പിൻ എന്ന ജീവി രൂപം കൊണ്ടത് നീണ്ടുനിന്ന പരിണാമ പ്രക്രിയയുടെയും പരിസ്ഥിതി മാറ്റങ്ങളോടുള്ള അതുല്യമായിട്ടുള്ള അനുയോജനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ്. ആമകളുടെ പൂർവികർ ഏകദേശം 220-250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിലാണ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്. ഓഡോണ്ടോകെലിപ്സ് എന്നും പ്രോഗാനകെലിപ്സ് എന്നും അറിയപ്പെടുന്ന ഈ പ്രാചീന ഉരകങ്ങളാണ് ഇന്നത്തെ ആമകളുടെ ആദ്യകാല ബന്ധുക്കൾ. ഇവയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഷെല്ല് വികസിച്ചിരുന്നില്ലെങ്കിലും ശരീരത്തെ സംരക്ഷിക്കുന്ന അസ്ഥി ഘടകങ്ങൾ ക്രമേണ രൂപപ്പെടുകയായിരുന്നു. ഈ ഘടകങ്ങളാണ് പിന്നീട് ആമകളുടെ പ്രത്യേകതയായിട്ടുള്ള കരപ്പാസും പ്ലാസ്ട്രോണും ഒക്കെ ആയിട്ട് മാറിയത്. കാലക്രമേണ ചില ആമവർഗ്ഗങ്ങൾ സമുദ്രത്തിലേക്കും ചിലത് മധുരജല നദിയിലേക്കും ഒക്കെ പരിണമിച്ചു. പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ പൂർവികർ പ്രധാനമായിട്ടും നദീതീരങ്ങളോടും എക്വറി പ്രദേശങ്ങളോടും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആമകളിൽ നിന്നിട്ടാണ് രൂപപ്പെട്ടത്. ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള നദികളിലും ഉപ്പും മധുരജലവും ചേർന്ന പ്രദേശങ്ങളിലും ജീവിക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള ശരീരഘടന വികസിപ്പിക്കുക എന്നത് ഇവയുടെ വികാസത്തിലെ പ്രധാന ഘട്ടമായിരുന്നു. പെയിന്റഡ് റിവർ ടെറാപ്പിൻ ഉൾപ്പെടുന്ന ബാറ്റഗൂർ ജനുസ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന പുരാതന നദിയാമകളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഏകദേശം ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്ന പരിസ്ഥിതി മാറ്റങ്ങൾ, നദികളുടെ ഗതി മാറ്റൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ എന്നിവ ഈ ജനുസിന്റെ വികാസത്തെ ശക്തമായിട്ട് സ്വാധീനിച്ചു. ഇതിന്റെ ഫലമായിട്ട് നദീതീരങ്ങൾ മുട്ടയിടുകയും ജലസസ്യങ്ങൾ പ്രധാന ആഹാരമാക്കുകയും ചെയ്യുന്ന പ്രത്യേക സ്വഭാവങ്ങൾ ഇവയ്ക്ക് രൂപപ്പെട്ടു. പ്രകൃതി നിർണയം അതായത് നാച്ചുറൽ സെലക്ഷൻ പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ വികാസത്തിൽ നിർണായക പങ്കുവഹിച്ചു. ശക്തമായിട്ടുള്ള ഷെൽ, നീന്തലിന് അനുയോജ്യമായിട്ടുള്ള കാലുകൾ, നദിയുടെ അടിത്തട്ടിലും ഉപരിതലത്തിലും ഒക്കെ ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന വായുഘടന എന്നിവ ക്രമേണ വികസിച്ചു. പ്രത്യേകിച്ച് പ്രജനന കാലത്ത് ആണാമയിൽ കാണുന്ന വർണ്ണാഭമായിട്ടുള്ള തലയും ശരീരഭാഗങ്ങളും ഈ സ്പീഷിനെ പ്രത്യേക പരിണാമ സവിശേഷതയായിട്ട് കാണപ്പെടുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ വികാസ ചരിത്രം ഭൂമിയിലെ പരിസ്ഥിതി മാറ്റങ്ങളോടൊപ്പം ജീവികൾ അങ്ങനെ മാറിയെടുക്കുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. എന്നാൽ മനുഷ്യ ഇടപെടലുകൾ, ആവാസ വ്യവസ്ഥയിലെ നാശം, അനിയന്ത്രിതമായിട്ടുള്ള വേട്ട എന്നിവ കാരണം പുരാതന വികാസപാത ഗുരുതരമായിട്ടുള്ള അപകടത്തിലാണെന്ന് പറയേണ്ടി വരും. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപം കൊണ്ട ഈ ജീവിയെ സംരക്ഷിക്കുക എന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ പൂർവികരും വികാസത്തിന്റെ തുടക്കവും ഭൂമിയിലെ ജീവജാലങ്ങളുടെ ദീർഘചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കാലത്തിന്റെ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഈ ആമ ഇന്ന് മനുഷ്യരുടെ കൈകളിൽ നിന്ന് സംരക്ഷണം പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ്. നമുക്കിവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ, പെയിന്റഡ് റിവർ ടെറാപ്പിൻ ലോകത്തിലെ ഏറ്റവും അപൂർവവും അത്യന്തം ശ്രദ്ധേയമായിട്ടുള്ള മധുരജല ആമകളിലൊന്നാണ്. ഇതിന്റെ അപൂർവ സ്വഭാവങ്ങളും അസാധാരണമായിട്ടുള്ള ജീവശാസ്ത്ര സവിശേഷതകളും ഇതിനെ ശാസ്ത്രലോകത്തിനും വന്യജീവി സംരക്ഷണങ്ങൾക്കും ഒക്കെ അതീവ ആകർഷണമാക്കുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിനെ പറ്റിയിട്ടുള്ള ചില പ്രധാനവും രസകരവുമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള നദി ആമകളിൽ ഒന്നാണിവ. പെയിന്റഡ് റിവർ ടെറാപ്പിൻ ഇന്ന് ലോകത്ത് ഏറ്റവും ഗുരുതരമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന അത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ആമകളൊന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചില നദീതടങ്ങൾ മാത്രമായിട്ട് ഇതിന് ശേഷിച്ച ജനസംഖ്യ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പല നദികളിലും ധാരാളമായിട്ട് കാണപ്പെട്ടിരുന്ന ഈ ജീവി ഇന്ന് അപൂർവ ദൃശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആമയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകത ആണാമകളിൽ കാണുന്ന നിറമാറ്റമാണ്. പ്രജനന കാലത്ത് ആൺ പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ തലയും കഴുത്തും തെളിഞ്ഞ വെള്ള, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലേക്ക് മാറപ്പെടുന്നു. ഈ
വർണ്ണാഭമായിട്ടുള്ള രൂപമാണ് പെയിന്റഡ് എന്ന പേരിന് കാരണം. പ്രജനനകാലം കഴിഞ്ഞ് ഈ നിറങ്ങൾ മങ്ങുകയും സാധാരണ നിറത്തിലേക്ക് തിരികെ മാറുകയും ചെയ്യുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിൻ ശുദ്ധ മധുരജല നദികളിലും എക്വറി പ്രദേശത്തുമുള്ള, അതായത് ഉപ്പും മധുരജലവും കലർന്ന പ്രദേശങ്ങളാണ് ഈ എക്വറി പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിന് അനുയോജ്യമാണ്. ഈ ഇരട്ട ജീവിത ശൈലി ഇതിന്റെ പരിണാമത്തിലെ ഒരു വലിയ നേട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. മിക്ക ആമകളും മാംസഭോജിയായിട്ട് കരുതുമ്പോഴും പെയിന്റഡ് റിവർ ടെറാപ്പിൻ പ്രധാനമായിട്ടും സസ്യഭക്ഷണമാണ്. ജലസസ്യങ്ങൾ, നദീതീരത്തിലെ ഇലകൾ, പഴങ്ങൾ, വിത്തുകൾ എന്നിവയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ആഹാരം. ഈ സ്വഭാവം നദീപരിസ്ഥിതിയിലെ സസ്യവിതരണത്തെ നിയന്ത്രിക്കുന്നതിലും സഹായിക്കുന്നുണ്ട്. ഈ സ്പീഷീസ് മറ്റു പല മധുരജല ആമയേക്കാൾ വലിപ്പമുള്ളതാണ്. ശക്തവും വലിപ്പമുള്ള ഷെല്ലിവയെ പ്രകൃതിദത്ത ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വലിയ ശരീരവലുപ്പം കാരണം മുതിർന്ന ആമകൾക്ക് ശത്രുക്കൾ കുറവായിരിക്കും. പെയിന്റഡ് റിവർ ടെറാപ്പിൻ മുട്ടയിടൽ സാധാരണയായിട്ട് രാത്രികാലമാണ് തിരഞ്ഞെടുക്കുന്നത്. നദീതീരത്തിലെ മൺതിട്ടകളാണ് മുട്ടയിടുന്നത്. രാത്രികാല മുട്ടയിടൽ മുട്ടകളെ ശത്രുക്കളിൽ നിന്നും മനുഷ്യ ഇടപെടലുകളിൽ നിന്നും കുറച്ച് സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ആമയെ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിൻ കാണപ്പെടുന്ന നദികൾ സാധാരണയായിട്ട് പരിസ്ഥിതിപരമായും ആരോഗ്യമായിരിക്കും. അതിന്റെ സാന്നിധ്യം നദീപ്രദേശത്തിന്റെ ശുദ്ധിയും ജീവജാല വൈവിധ്യവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പഴയ കാലങ്ങളിൽ പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ മുട്ടകളും മാംസവും ചില പ്രദേശങ്ങളിൽ ഭക്ഷ്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതാണ് പിന്നീട് ഇതിന്റെ ജനസംഖ്യ കുറയാൻ വേണ്ടി പ്രധാന കാരണമായത്. ഇന്ന് പല രാജ്യങ്ങളിലും ഇത് കർശനമായ നിയമപരമായിട്ടുള്ള സംരക്ഷണത്തിലാണ്. ഇന്ന് പെയിന്റഡ് റിവർ ടെറാപ്പിൻ ആഗോള സംരക്ഷണ ശ്രമങ്ങളുടെ ഒരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട്. മുട്ടകൾ സംരക്ഷിച്ചു വിരിയിക്കൽ, ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം, ബോധവൽക്കരണം തുടങ്ങിയ പദ്ധതികൾ ഈ അപൂർവ ആമയെ സംരക്ഷിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റഡ് റിവർ ടെറാപ്പിൻ വെറും ഒരു ആമ മാത്രമല്ല, ഭൂമിയിലെ നദീപരിസ്ഥിതിയുടെ സമതുലിത അവസ്ഥ പ്രതിനിധീകരിക്കുന്ന ഒരു ജീവിയാണ്. അതിന്റെ അപൂർവ നിറമാറ്റം മുതൽ പരിസ്ഥിതി സൂചകമായിട്ടുള്ള നില വരെ ഈ ആമയെക്കുറിച്ചുള്ള ഓരോ വസ്തുതയും അതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നവയാണ്. നമുക്ക് ഇതിന്റെ ശാരീരിക സവിശേഷതകളെ പറ്റി, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യന്തം അപൂർവവും ഭീഷണിയിലായിരിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ നദീതീര ആമയാണ് പെയിന്റഡ് റിവർ ടെറാപ്പിൻ. അതിന്റെ ശരീരഘടന, നിറവിന്യാസം, കവചത്തിന്റെ രൂപം എന്നിവയെല്ലാം തന്നെ ഈ ഇനത്തെ മറ്റ് നദീ ആമകളിൽ നിന്ന് വ്യക്തമായിട്ട് വേർതിരിക്കുന്നവയാണ്. പ്രത്യേകിച്ച് പ്രജനന കാലത്തെ, അതായത് ബ്രീഡിംഗ് സീസണിൽ കാണപ്പെടുന്ന അതിന്റെ നിറമാറ്റങ്ങൾ ഈ ആമയെ അതീവ ശ്രദ്ധേയമാക്കുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിൻ ഒരു വലിയ വലിപ്പമുള്ള ആമയാണ്. പ്രായപൂർത്തിയായവർക്ക് സാധാരണയായിട്ട് 60 മുതൽ 80 സെന്റിമീറ്റർ വരെ കരാപ്പാസിന്റെ നീളം കാണപ്പെടുന്നു, അതായത് ഷെല്ല്. ചില ആരോഗ്യപരമായിട്ടുള്ള ആണാമകളിൽ ഇതിലും വലിപ്പം കൈവരിക്കാറുണ്ട്. ശരീരം വിശാലവും കൂർത്തവുമായിട്ടുള്ള രൂപത്തിലാണ്. ഇത് ശക്തമായിട്ടുള്ള നദീവാഹിനികളിൽ സ്ഥിരതയോടെ നീന്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ആമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക സവിശേഷത അതിന്റെ കരപ്പേസാണ്. കരപ്പേസ് മൃദുവായതും അല്പം വളഞ്ഞതുമായിട്ടുള്ള രൂപത്തിലാണ്. സാധാരണയായിട്ട് ഇത് ഒലിവ് ബ്രൗൺ മുതൽ ഡാർക്ക് ബ്രൗൺ വരെ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. യുവാവസ്ഥയിൽ കരപ്പേസ് മിനുസമുള്ളതും തെളിച്ചമുള്ളതുമായിട്ടുള്ള ഭാവമുണ്ടെങ്കിലും പ്രായം കൂടുമ്പോഴേക്കും അത് അല്പം മങ്ങിയ നിറത്തിലേക്ക് മാറപ്പെടുന്നുണ്ട്. കരപ്പേസിലെ സ്ക്യൂട്ടുകൾ കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. ഇത് ശക്തമായിട്ടുള്ള സംരക്ഷണം ഇവയ്ക്ക് നൽകുന്നുണ്ട്. പ്ലാസ്റ്റോൺ അഥവാ അടിഭാഗത്തെ കവചം സാധാരണയായിട്ട് മഞ്ഞ നിറത്തിലോ ഇളം ക്രീം നിറത്തിലോ ഒക്കെ ആയിരിക്കും. ചില ആമകളിൽ ഇതിന് മങ്ങിയ തവിട്ടുപാടുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ നിറവിന്യാസം നദീതീരങ്ങളിലെ മണലും ചെളിയും ഒക്കെ കലർന്ന അന്തരീക്ഷത്തിൽ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ തലയും കഴുത്തും ഒക്കെ അതിന്റെ ഏറ്റവും ആകർഷണപരമായിട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ്. സാധാരണ ദിവസങ്ങളിൽ തല മങ്ങിയ ചാരവോ തവിട്ട് നിറമോ ഒക്കെ ആയിരിക്കും. എന്നാൽ പ്രജനന കാലത്ത് പുരുഷ ആമകളിൽ തലയും കഴുത്തും ഒക്കെ അത്യന്തം തെളിച്ചമുള്ള വെള്ള നിറത്തിലേക്ക് മാറുന്നുണ്ട്. ഈ നിറമാറ്റമാണ് പെയിന്റഡ് എന്ന പേര് ലഭിക്കാൻ വേണ്ടി പ്രധാനമായിട്ടുള്ള കാരണം. ചിലപ്പോൾ കണ്ണിലും മൂക്കിന് ചുറ്റുമൊക്കെ ഇരുണ്ട പാടുകൾ കാണപ്പെടുന്നതും സാധാരണമാണ്. കണ്ണുകൾ ചെറുതും തെളിച്ചമുള്ളതുമാണ്. ജലത്തിനകത്തും പുറത്തുമായിട്ട് വ്യക്തമായിട്ട് കാണാൻ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇവ സ്ഥിതി ചെയ്യുന്നുണ്ട്. മൂക്ക് ചെറുതും നേരിയതായി മുകളിൽ ഉയർന്നതുമായതിനാൽ തന്നെ വെള്ളത്തിനകത്ത് ശ്വാസം എടുക്കാൻ വേണ്ടി ഒരു സൗകര്യപ്രദമാണ്. താടിയും തുമ്പും ശക്തമായതിനാൽ തന്നെ സസ്യഭക്ഷണം എളുപ്പത്തിൽ മുറിച്ചു തിന്നാൻ വേണ്ടി കഴിയും. ഈ ആമയുടെ കാലുകൾ വളരെ ശക്തമാണ്. ഓരോ കാലിലും വ്യക്തമായിട്ടുള്ള വെബ്ഡ് വിരലുകൾ കാണപ്പെടുന്നു. ഇത് മികച്ച നീന്തൽ കഴിവിന് സഹായിക്കുന്നുണ്ട്. മുൻകാലുകൾക്ക് നീളം കൂടിയതും ശക്തവുമായിരിക്കുമ്പോൾ തന്നെ പിൻകാലുകൾ തള്ളൽ ശക്തി നൽകുന്ന രീതിയിലാണ്. നഖങ്ങൾ കഠിനവും വളഞ്ഞതുമായിരിക്കും. മണലിൽ കുഴി ഉണ്ടാക്കുവാനും തീരത്ത് കയറാനും ഒക്കെ ഇവ സഹായിക്കുന്നുണ്ട്. വാൽ താരതമ്യേന ചെറുതായിരിക്കുമ്പോഴും ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്നതിൽ ഇത് സഹായകരമാണ്. ആണാമകൾക്ക് വാൽ അല്പം നീളം കൂടിയതും കൂർത്തതുമായിരിക്കും. പെണ്ണാമകൾക്ക് വാൽ ചെറുതും വീതിയുള്ളതായിരിക്കും. ആകൂടി നോക്കുമ്പോൾ പെയിന്റഡ് റിവർ ടെറാപ്പിന്റെ ശാരീരിക സവിശേഷതകൾ ഇന്ന് നദീമുഖത്തിലും മംഗ്രോവ് പ്രദേശങ്ങളിലും ജീവിക്കാൻ പൂർണ്ണമായും അനുയോജ്യമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. വലിപ്പമേറിയ ശരീരം, ശക്തമായിട്ടുള്ള കവചം, പ്രത്യേക നിറമാറ്റങ്ങൾ, നീന്തൽ അനുയോജ്യമായിട്ടുള്ള കാലുകൾ എന്നിവയൊക്കെ ചേർന്നിട്ടാണ് ഈ അപൂർവ ആമയെ പ്രകൃതിയിലെ ഒരു അതുല്യ സൃഷ്ടിയാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ഇവയുടെ ആവാസ വ്യവസ്ഥയെ പറ്റി ഹാബിറ്റന്റുമായിട്ട് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ പെയിന്റഡ് റിവർ ടെറാപ്പിൻ ഒരു നദീമുഖ ആമ ആയതിനാൽ തന്നെ അതിന്റെ ജീവചരിത്രം പൂർണ്ണമായിട്ടും ജലവും കരയും തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. ഈ ഇനം പ്രധാനമായിട്ടും നദീതീരങ്ങൾ, നദീമുഖങ്ങൾ, മാംഗ്രോവ് വനങ്ങൾ, ശാന്തമായിട്ടുള്ള തീരജലങ്ങൾ എന്നിവയിലാണ് കാണപ്പെടുന്നത്. ശുദ്ധജലവും ഉപ്പുജലവും കലർന്ന പ്രദേശങ്ങളാണ് ഈ ആമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ. പെയിന്റഡ് റിവർ ടെറാപ്പിൻ സാധാരണയായിട്ട് വലിയ നദികളുടെ താഴ്ന്ന ഭാഗങ്ങളിലും നദികൾ കടലുമായിട്ട് ചേർന്ന് പോകുന്ന എക്വറി പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇവിടെ ജലപ്രവാഹം താരതമ്യേന ശാന്തമായിരിക്കും. ഇവിടെ ആഴവും പരപ്പും ഒക്കെ മതിയായ
മതിയായതായിരിക്കും. ഇത്തരം പ്രദേശങ്ങളിൽ ധാരാളം ജലസസ്യങ്ങളും മുങ്ങിക്കിടക്കുന്ന വേരുകളും ഉള്ളതിനാൽ തന്നെ ആമയ്ക്ക് ഭക്ഷണവും ഒളിപ്പിരിപ്പിടവും ഒക്കെ ഒരുപോലെ ലഭിക്കുന്നുണ്ട്. ഈ ഇനത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ മാംഗ്രോവ് വനങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മാംഗ്രോവ് വേരുകളുടെ ഇടയിലൂടെ നീന്താനും വിശ്രമിക്കുവാനും കഴിയുന്നത് പെയിന്റ് റിവർ ടെറാപ്പിന് സുരക്ഷ നൽകുന്ന കാര്യമാണ്. വേട്ടമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ശക്തമായിട്ടുള്ള തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനും ഒക്കെ ഈ കാടുകൾ അവയെ സഹായിക്കുന്നുണ്ട്. കൂടാതെ മാംഗ്രോവ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജലസസ്യങ്ങൾ, വീണ ഇലകൾ, ഫലങ്ങൾ എന്നിവ ഇവയുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. പ്രചരണകാലത്ത്, അതായത് ബ്രീഡിംഗ് സീസണിൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ ആവാസ വ്യവസ്ഥയിൽ പ്രത്യേക മാറ്റം സംഭവിക്കുന്നുണ്ട്. പെണ്ണാമകൾ മണൽ നിറഞ്ഞ നദീതീരങ്ങളിലും കടൽ തീരത്തിന് സമീപമുള്ള ശാന്തമായിട്ടുള്ള തീരങ്ങളിലും തേടിയാണ് മുട്ടയിടാൻ എത്തുന്നത്. മൃദുവായതും വരണ്ടതുമായിട്ടുള്ള മണലുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് ഇഷ്ടം. ജലപ്പരപ്പിൽ നിന്ന് അല്പം ഉയരമുള്ള ഇത്തരം തീരങ്ങൾ മുട്ടകൾ വെള്ളപ്പൊക്കത്തിൽ നശിക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. കാലാവസ്ഥയും ജനത്തിന്റെ ഗുണനിലവാരവും പെയിന്റ് റിവർ ടെറാപ്പിന്റെ ആവാസ വ്യവസ്ഥയെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ചൂടുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ, സ്ഥിരമായിട്ടുള്ള ജലലഭ്യത എന്നിവ ഈ ഇനത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ശുദ്ധജലവും ഉപ്പുജലവും ശരിയായിട്ടുള്ള അനുപാതത്തിൽ കലരുന്ന പ്രദേശങ്ങൾ ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. കാരണം ഇത് പശുലഭ്യതയും ശരീര പ്രവർത്തനങ്ങളും ഒക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പെയിന്റ് റിവർ ടെറാപ്പിൻ സാധാരണയായിട്ട് വളരെ സംവേദനക്ഷമമായിട്ടുള്ള ഒരു ജീവി ആയതിനാൽ തന്നെ മനുഷ്യ ഇടപെടലുകൾ അതിന്റെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. നദീതീരങ്ങളിൽ നടക്കുന്ന മണലെടുപ്പ്, മാംഗ്രോവ് വെട്ടിത്തെളിയിക്കൽ, ജലമലിനീകരണം, അണക്കെട്ടുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ആമയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഈ ഇനം താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ദിനംപ്രതി കുറയുകയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ ആവാസ വ്യവസ്ഥ നദി, കടൽ, മാംഗ്രോവ്, മണൽത്തീര എന്നിവ തമ്മിലുള്ള നിസ്സാരമായിട്ടുള്ള ഒരു പരിസ്ഥിതി സന്തുലനാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഈ പരിസ്ഥിതി വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ അപൂർവവും ഭീഷണിയിലായിരിക്കുന്നതായിട്ടുള്ള ആമയിനം ഭാവിയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ആഹാരം, ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ പെയിന്റ് റിവർ ടെറാപ്പിൻ പ്രധാനമായിട്ടും സസ്യഭോജി സ്വഭാവം കാണിക്കുന്ന ഒരു നദിയാമയാണ്. എന്നാൽ പ്രായം, ആവാസ വ്യവസ്ഥ, കാലാവസ്ഥ എന്നിവയെ ആശ്രയിച്ച് അതിൻ്റെ ആഹാര രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. നദീമുഖങ്ങളുടെയും മാംഗ്രോവ് വനങ്ങളുടെയൊക്കെ സമൃദ്ധമായിട്ടുള്ള ജൈവവൈവിധ്യമാണ് ഈ ആമയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകുന്നത്. ഈ ഇനത്തിന്റെ ആഹാരത്തിന്റെ പ്രധാനമായിട്ടുള്ള ഘടകം സസ്യജലങ്ങളാണ്. നദികളിലും എക്വറി പ്രദേശത്തുമുള്ള മുങ്ങിക്കിടക്കുന്ന പുല്ലുകൾ, ആൽഗികൾ, ജലസസ്യങ്ങളുടെ ഇലകൾ, തണ്ടുകൾ എന്നിവ പെയിന്റ് റിവർ ടെറാപ്പിൻ പതിവായിട്ട് ഭക്ഷിക്കുന്നു. ശക്തവും വീതിയുള്ളതുമായിട്ടുള്ള താടിയാണ് എളുപ്പത്തിൽ മുറിച്ചു തിന്നാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നത്. മാംഗ്രോവ് വനങ്ങളിൽ താമസിക്കുന്ന പെയിന്റ് റിവർ ടെറാപ്പിനുകൾക്ക് അവിടെയുള്ള സസ്യസമ്പത്ത് വളരെ പ്രധാനമാണ്. മാംഗ്രോവ് വനങ്ങളിൽ നിന്ന് വീണു പോകുന്ന ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവ ഇവയുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് വെള്ളത്തിനടിയിലേക്ക് വീഴുന്ന മൃദുവായിട്ടുള്ള ഇലകളും പഴങ്ങളും ഒക്കെ ഈ ആമ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇതിലൂടെ മാംഗ്രോവ് പരിസ്ഥിതിയിലെ പോഷകചക്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. യുവ അവസ്ഥയിൽ പെയിന്റ് റിവർ ടെറാപ്പിനുകൾക്ക് ആഹാര രീതിയിൽ ചെറിയ മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. ചെറുപ്പക്കാർ ചിലപ്പോൾ ചെറിയ ജലജീവികൾ, കീടലാർവുകൾ, ചെറിയ ചെമ്മീൻ, ചെറു മോളസ്കുകൾ എന്നിവയും കഴിക്കാറുണ്ട്. ഇത് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടി സഹായിക്കും. എന്നാൽ പ്രായം കൂടുമ്പോഴേക്കും ഇവ കൂടുതൽ സസ്യാധിഷ്ഠിതമായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് മാറുന്നുണ്ട്. പ്രജനന കാലത്തും മുട്ടയിടുന്ന സമയത്തും ഒക്കെ പെണ്ണാമകൾക്ക് അധിക ഊർജ്ജം ആവശ്യമുള്ളതിനാൽ തന്നെ കാൽസ്യം സമൃദ്ധമായിട്ടുള്ള സസ്യങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്ന ഭക്ഷണമാണ് ഇവ തിരഞ്ഞെടുക്കുന്നത്. ഇത് മുട്ടയുടെ പുറം കവചം ശക്തമാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. പെയിന്റ് റിവർ ടെറാപ്പിൻ സാധാരണയായിട്ട് മന്ദഗതിയിലുള്ള ഭക്ഷണശൈലിയാണ് പിന്തുടരുന്നത്. ശാന്തമായിട്ടുള്ള ജലപ്രദേശങ്ങളിൽ മുങ്ങി സസ്യങ്ങൾ മുറിച്ചെടുത്ത് പതിയെ ചവച്ചാട്ടാണ് ഇവ ഭക്ഷണം കഴിക്കുന്നത്. രാത്രിയിലും പ്രഭാത സമയത്തുമാണ് ഇവ കൂടുതലായിട്ട് ഭക്ഷണം തേടുന്നത്. ഇത് മനുഷ്യ ഇടപെടലുകളും വേട്ടമൃഗങ്ങളുടെ ഭീഷണിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ ആഹാരം നദികളും മാംഗ്രോവ് പരിസ്ഥിതിയും നൽകുന്ന സ്വാഭാവിക സസ്യസമ്പത്തിനോടാണ് അടുത്ത ബന്ധം പുലർത്തുന്നത്. ഈ ജൈവസമ്പത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ അപൂർവ ആമ ഇനത്തിന് ആവശ്യമായിട്ടുള്ള പോഷകം ലഭിക്കുകയും അതിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഇവിടെ പെരുമാറ്റ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആമയുടെ പെരുമാറ്റ സ്വഭാവങ്ങൾ, അതിന്റെ ഭക്ഷണ രീതി, പ്രജനനകാല പ്രവർത്തികൾ, പ്രതിരോധ മാറ്റങ്ങൾ എന്നിവയായിട്ട് ചേർന്ന് ഇതിനെ സ്വതന്ത്രവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു ജീവിയാക്കി മാറ്റുന്നുണ്ട്. പെയിന്റ് റിവർ ടെറാപ്പിൻ ജലത്തിലും കരയിലും ഒക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. കൂടുതൽ സമയം നദികളിലും എക്വറി മേഖലകളിലും മുങ്ങി നീന്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇവ ഇഷ്ടപ്പെടുന്നുണ്ട്. ശാന്തമായിട്ടുള്ള വെള്ളത്തിൽ ഇവ നീന്തുമ്പോൾ കരാപ്പേഴ്സ് വെള്ളത്തിനുള്ളിൽ സുതാര്യമായിട്ട് നീങ്ങുകയും തലയെയും കഴുത്തിനെയും നീന്തലിനും ഭക്ഷണത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നടത്തുകയും ചെയ്യുന്നു. ജലത്തിന് ഗതി അനുസരിച്ച് ഇവ നീന്തൽ രൂപം മാറ്റുന്നുണ്ട്. സസ്യങ്ങൾ മുറിച്ചു കഴിക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള താടിയും തുമ്പും ഇവ ഉപയോഗിക്കുന്നുണ്ട്. ചെറുതാണെങ്കിലും ഇവയ്ക്ക് ചിലപ്പോൾ ജലജീവികളെയും ചെറിയ മീൻ, ചെറു കീടങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കും. ഭക്ഷണത്തിനായി സാധാരണ രാത്രിയിലും രാവിലെ മാത്രമാണ് കൂടുതൽ സജീവമായിട്ട് നീന്തുന്നത്. പ്രജനനകാലത്ത് പെയിന്റ് റിവർ ടെറാപ്പിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആണാമകൾ തലയും കഴുത്തിനും ഒക്കെ നിറം മാറ്റി പുതിയ നിറം തെളിയിച്ച് പെണ്ണാമകളെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രജനന പ്രദേശങ്ങളിൽ ഇവ പ്രാദേശിക ആക്രമണപരവും മത്സരപരവുമായിട്ടുള്ള പെരുമാറ്റം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആണാമകൾ തമ്മിൽ
ആണ് ഇത് കാണിക്കുന്നത്. പെണ്ണാമകൾ പ്രജനനകാലത്ത് മണൽ നിറഞ്ഞ തീരത്തിന് സമീപം മുട്ടയിടാൻ വേണ്ടി എത്തുമ്പോൾ അവയുടെ പെരുമാറ്റം സൂക്ഷ്മവും ആസക്തിപൂർണ്ണവുമാണ്. മുട്ടയിടുന്നതിന് മുൻപ് ഇവ തിരച്ചിൽ നടത്തുകയും സുരക്ഷിതമായിട്ടുള്ള ശാന്തവുമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മുട്ടയുടെ ശേഷം മുട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി അധിക ജാഗ്രത കാണിക്കുന്നുണ്ട്. പെയിന്റഡ് റിവർ ടെറാപ്പിൻ വളരെ ശാന്തവും ഒളിഞ്ഞിരിക്കാനുള്ള ഇച്ഛയുമുള്ളവയാണ്. പക്ഷേ അപകടം നേരിടുമ്പോൾ പ്രധാന പ്രതിരോധ രീതികൾ കാണിക്കുന്നുണ്ട്. മനുഷ്യനെ സമീപം കണ്ടാൽ ഇവ ജലത്തിനുള്ളിലേക്ക് മുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ നീന്തി കടലോ മറ്റോ ശാന്തജലത്തിലേക്ക് രക്ഷപ്പെടുന്നു. കടൽ തീരങ്ങളിൽ ഇവയ്ക്ക് നീളമുള്ള കാലുകളും ശക്തമായിട്ടുള്ള താടിയും പ്രതിരോധത്തിന് സഹായകരമാണ്. ദിവസത്തിൽ വലിയ ഭാഗം പൂർണ്ണമായിട്ടും വിശ്രമത്തിനായി കരതീരത്തിനും വെള്ളത്തിനും ഇടയിലുള്ള സങ്കീർണമായിട്ടുള്ള ഒളിപ്പിടങ്ങളിൽ ചെലവഴിക്കുന്നുണ്ട്. ഇത് ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിനും ഊർജ്ജം നിലനിർത്താൻ വേണ്ടിയും ഇവയെ സഹായിക്കുന്നുണ്ട്. രാത്രിയിലോ അർദ്ധരാത്രിയിലോ ഇവ സജീവമാവും. ഭക്ഷണം നേടാനും ചെറിയ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ ഇതവയെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ പെരുമാറ്റം, ശക്തവും സൂക്ഷ്മവുമായിട്ടുള്ള ജീവി സ്വഭാവം, പ്രജനനകാലത്തെ സജീവത, ഭക്ഷണത്തിനായിട്ടുള്ള മന്ദഗതിയിലുള്ള നീന്തൽ, പ്രതിരോധ സ്വഭാവം എന്നിവയാൽ പ്രത്യേകിച്ച് ജലക്കര പരിസ്ഥിതിക്കും മാംഗ്രൂവ് പ്രദേശങ്ങൾക്കും അനുകൂലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവയുടെ പരിസ്ഥിതിയും സംരക്ഷണവും നിലനിർത്തിയാൽ ഈ അപൂർവ ആമയുടെ സ്വാഭാവിക പെരുമാറ്റങ്ങളും ജനസംഖ്യയൊക്കെ നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഇവിടെ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ ഏറ്റവും അപൂർവവും ഭീഷണിയിലായിരിക്കുന്ന ഒരു നദീതീര ആമയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രജനന ശൈലി അതിന്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും ഒക്കെ അത്യന്തം പ്രധാനമാണ്. ഈ ഇനത്തിന്റെ പ്രജനന പ്രവൃത്തി വർഷത്തിൽ ഒരു പ്രധാന കാലയളവിൽ മാത്രമേ നടക്കത്തുള്ളൂ. സാധാരണയായിട്ട് മഴക്കാലത്തിനും ഉഷ്ണക്കാലത്തിനും ഇടയിലുള്ള കാലയളവിലാണ് ഇവയുടെ പ്രജനനകാലം, അതായത് ബ്രീഡിംഗ് സീസൺ. പ്രജനനകാലം സാധാരണയായിട്ട് മാർച്ച് മുതൽ ജൂൺ വരെയായിട്ടാണ് നടക്കുന്നത്. ആണാമകൾ തലയും കഴുത്തുമൊക്കെ അതീവ തെളിച്ചമുള്ള നിറത്തിലേക്ക് ഈ സമയത്ത് മാറുന്നുണ്ട്. ഇത് ഇണയെ ആകർഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് ആമകൾ കൂടുതൽ സജീവതയും മത്സരം കാണിക്കുന്ന പെരുമാറ്റവും ഒക്കെ സവിശേഷതയായിട്ട് കാണുന്നുണ്ട്. പെണ്ണാമകൾ പ്രജനനകാലത്ത് ശക്തമായിട്ടുള്ള മണൽ നിറഞ്ഞ നദീതീരങ്ങളിലേക്ക് മുട്ടയിടുന്നുണ്ട്. സാധാരണയായിട്ട് ഒരു പെണ്ണാമ ഏകദേശം 50 മുതൽ 70 മുട്ടകൾ വരെ നിക്ഷേപിക്കും. എന്നാൽ ചിലപ്പോൾ മുട്ടകളുടെ എണ്ണം 100 വരെ എത്താൻ വേണ്ടി സാധ്യതയുണ്ട്. മുട്ടകളുടെ വലിപ്പം ഏകദേശം 4-5 സെന്റിമീറ്റർ വരെ ആയിരിക്കും. മുട്ടയിടൽ സ്ഥലം എന്നത് വെള്ളനിരപ്പിൽ നിന്നും ചില അളവിൽ ഉയർന്ന സുരക്ഷിതവും ശാന്തവുമായിട്ടുള്ള പ്രദേശത്തിലായിരിക്കും. മുട്ടകളുടെ ഇൻക്യുബേറ്റർ കാലയളവ് സാധാരണയായിട്ട് 60 മുതൽ 90 ദിവസം വരെയാണ്. ഈ സമയം മണ്ണിന്റെ താപനിലയും ജലനിരപ്പും ഒക്കെ വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. മണ്ണിന്റെ താപനില ഉയർന്നാൽ മുട്ടകളുടെ വളർച്ച വേഗത്തിലായിരിക്കും, കുറഞ്ഞാൽ തളർച്ച ഉണ്ടാവാം. തണുത്ത കാലാവസ്ഥയിലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ പ്രദേശങ്ങളിൽ മുട്ടകൾ അപകടത്തിലാവും. അതിനാൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള തീരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പെണ്ണാമകൾക്ക് അനിവാര്യമാണ്. മുട്ടകളിൽ നിന്നും പുറപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളരെ ചെറിയവയും അധികം സുരക്ഷിതവുമായിരിക്കാൻ തയ്യാറല്ലാത്തതുമാണ്. ഇവ ജലത്തിൽ പ്രത്യേകിച്ച് ഒളിച്ചിരിക്കാൻ വേണ്ടിയും ചലനം പഠിക്കാൻ വേണ്ടിയും തുടരുന്നു. ആദ്യ വർഷം വളരെ അപകടത്തിലാണ്. കാരണം ചെറിയവരെ ഒട്ടനവധി പ്രെഡേറ്റേഴ്സ്, അതായത് മത്സ്യങ്ങൾ ഉണ്ടാവും. മത്സ്യങ്ങൾ, മറ്റ് ആമകൾ, ചില സസ്യങ്ങളൊക്കെ ഇവയെ ഭീഷണിയിലാക്കുന്നുണ്ട്. പെയിന്റ് റിവർ ടെറാപ്പിന്റെ പ്രജനനത്തിൽ മനുഷ്യ ഇടപെടലുകളും പ്രകൃതി വൈപുണ്യങ്ങളും ഒക്കെ ബാധിക്കുന്നുണ്ട്. മണലെടുപ്പ്, തീരവാസസ്ഥല നവീകരണം, ജലമലിനീകരണം എന്നിവയൊക്കെ പ്രജനന സ്ഥലത്തെ ചുരുക്കുന്നുണ്ട്. ഇത് പ്രജനന വിജയം കുറയ്ക്കാൻ വേണ്ടിയും ജനസംഖ്യ കുറഞ്ഞു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇവയുടെ ആയുസ് അല്ലെങ്കിൽ ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ പെയിന്റ് റിവർ ടെറാപ്പിൻ ഒരു അപൂർവവും ഭീഷണിയിലായിരിക്കുന്ന നദീതീര ആമ ഇനമാണ്. ഈ ഇനത്തിന്റെ ആയുസ് അതിന്റെ ശരീര വികാസത്തിനും പ്രജനന ശൈലിക്കും കൂടാതെ നിലനിൽപ്പിനുമൊക്കെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പെയിന്റ് റിവർ ടെറാപ്പിൻ സാധാരണയായിട്ട് 40 മുതൽ 50 വർഷം വരെ ജീവിക്കുന്നതായിട്ട് വിദഗ്ധന്മാർ കണക്കാക്കപ്പെടുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നല്ല പരിസ്ഥിതിയും ഭക്ഷണ സൗകര്യമൊക്കെ ലഭിക്കുന്ന പക്ഷം ഈ ആമകൾ 60 വർഷത്തോളം തന്നെ ജീവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രകൃതിയിലെ അപകടങ്ങൾ, മനുഷ്യ ഇടപെടലുകൾ, ജലമലിനീകരണം എന്നിവ കാരണം ഈ ജീവിയുടെ ശരാശരി ആയുസ് കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. ഈ ആമയുടെ ആയുസ് വളർച്ചാ ഘട്ടങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമാണ്. കുഞ്ഞുങ്ങൾ ആദ്യ വർഷം വളരെ അപകടകരമായിട്ടുള്ള കാലഘട്ടമാണ്. കാരണം പ്രഡേറ്റേഴ്സ് ആയിട്ടുള്ള മത്സ്യങ്ങൾ, പക്ഷികൾ, മറ്റ് നദീജാലങ്ങളിലെ ജീവികളൊക്കെ ഇവയെ ഭീഷണിയിലാക്കുന്നുണ്ട്. ആദ്യ വർഷങ്ങൾ കുട്ടികൾ 10 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുകയും പിന്നീട് അതിനുശേഷമുള്ള വർഷത്തിൽ ശരീരം ശക്തിയും പ്രതിരോധ ശേഷിയും നേടുകയും ചെയ്യുന്നുണ്ട്. വയസ്സാകുന്നതോടെ പെയിന്റ് റിവർ ടെറാപ്പിന്റെ കരപേസ്, തടി, തലവിരുത്ത് എന്നിവ മെച്ചപ്പെടുകയും ശക്തമായിട്ടുള്ള പ്രതിരോധ ശേഷിയും കഴിവും വികസിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് ജീവിക്കാൻ സഹായിക്കുന്നതും പ്രജനനശേഷി നിലനിർത്തുന്നതിനുമൊക്കെ സഹായകരമാണ്. പെയിന്റ് റിവർ ടെറാപ്പിന്റെ ആയുസിനെ പ്രധാനമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നത് ആവാസ വ്യവസ്ഥയുടെ ഗുണമേന്മയും ആണ്. ശുദ്ധജലവും സമൃദ്ധമായിട്ടുള്ള സസ്യഭാഗങ്ങളും നിലനിൽക്കുന്ന നദികളിലും മാംഗ്രൂവ് പ്രദേശങ്ങളിലും ഒക്കെ ഇവ അധികകാലം ജീവിക്കാനാവും. മനുഷ്യ ഇടപെടലുകൾ, അതായത് മണ്ണെടുപ്പ്, തീവ്രമായിട്ടുള്ള മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ, ജലമലിനീകരണമൊക്കെ തുടങ്ങിയവ ഈ ജീവിയുടെ ശരാശരി ആയുസിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രെഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷികൾ, വലിയ മത്സ്യങ്ങൾ, കരടികൾ എന്നിവ ഇവയുടെ ജീവന് ഭീഷണിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയാണ് ഇവ ഭീഷണിയിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
പെയിന്റ് റിവർ ടെറാപ്പിന്റെ ആയുസ് 40 മുതൽ 50 വർഷം വരെയാണ്. മികച്ച സാഹചര്യങ്ങളിൽ 60 വർഷം വരെ ഇവയ്ക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും. പ്രജനനകാലവും വളർച്ചാഘട്ടങ്ങളും ആവാസ വ്യവസ്ഥയും പ്രെഡിറ്റേഴ്സും മനുഷ്യ ഇടപെടലുകളും ഒക്കെ ആയുസിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഇനത്തിന് നീണ്ട ആയുസ് നിൽക്കുന്നതിലും ജനസംഖ്യ നിലനിർത്തുന്നതിലുമൊക്കെ സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയും മനുഷ്യ ശ്രദ്ധയും ഒക്കെ നിർണായകരമാണ്. ഇനി ഇവയുടെ ഭീഷണികളെ പറ്റിയും ശത്രുക്കളെ പറ്റിയും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്നും മനുഷ്യ നടപടികളിൽ നിന്നുമുള്ള പല അപകടങ്ങളും ഈ ഇനത്തിന്റെ ജനസംഖ്യയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട്. അവയുടെ നിലനിൽപ്പിനും പ്രജനനശേഷിയൊക്കെ ഈ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ പ്രകൃതിപരമായിട്ടുള്ള ശത്രുക്കളെ പറ്റി നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ സാധാരണ പ്രെഡേറ്റേഴ്സും കൂടാതെ മത്സ്യങ്ങൾ, വലിയ ജലജീവികൾ, ചില പക്ഷികൾ, മറ്റ് വലിയ ആമകൾ എന്നിവയ്ക്ക് ഭീഷണിയാവുന്നുണ്ട്. മുതിർന്ന ആമകൾക്ക് ഭീഷണി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കരടി, സ്നേക്ക്, ചില പക്ഷികൾ എന്നിവയിൽ നിന്നും അപകടത്തിലാകുന്നതാണ്. ചെറുതും ശക്തിയില്ലാത്ത ഹാച്ചിങ്സിന് നേരെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് ജനസംഖ്യയുടെ കുറവിന് പ്രധാനമായിട്ടുള്ള കാരണമാണ്. ജലസസ്യങ്ങളുടെ ലഭ്യത കുറയുന്നത് ആമകളുടെ ആരോഗ്യത്തിനും പ്രജനശേഷിയൊക്കെ പ്രതികൂലമാക്കുന്നു. മാംഗ്രൂവ് വനങ്ങളുടെ നശീകരണവും പ്രധാന സസ്യഭക്ഷണമൊക്കെ ഒരു വെല്ലുവിളിയാണ്. പിന്നെ മനുഷ്യനുണ്ടാക്കുന്ന ഭീഷണിയായിട്ടുള്ള മണ്ണെടുപ്പ്, ജലമലിനീകരണം, അനധികൃത വേട്ടയും ഷെല്ലുകളുടെ ശേഖരണവും ആവാസവ്യവസ്ഥയുടെ നഷ്ടമൊക്കെ ഇവിടെ ആയുസിനെ ബാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ ഭീഷണികളും ശത്രുക്കളും ഒക്കെ പ്രകൃതി വൈവിധ്യവും മനുഷ്യ ഇടപെടലുകളും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന വെല്ലുവിളികളാണ്. മനുഷ്യ പ്രവൃത്തികളിലെ നിയന്ത്രണവും പ്രകൃതി സംരക്ഷണവും ഒക്കെ ചേർന്ന് മാത്രമേ ഈ അപൂർവവും ഭീഷണിയിലായിരിക്കുന്ന ആമകളുടെ ജനസംഖ്യ നിലനിർത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടെ സംരക്ഷണ നിലയെപ്പറ്റി അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ പെയിന്റ് റിവർ ടെറാപ്പിൻ ഇപ്പോൾ ഗ്ലോബലായിട്ട് അത്യന്തം ഭീഷണിയിലായിരിക്കുന്ന ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആമയിനാണ്. അന്താരാഷ്ട്ര പ്രൊട്ടക്ഷൻ നില IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ഈ ഇനം ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതിന്റെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ് ഭാവിയിൽ നിലനിൽക്കാനുള്ള അപകടം വളരെ ഉയർന്നതാണ്. ചരിത്രത്തിൽ പെയിന്റ് റിവർ ടെറാപ്പിൻ പ്രജനനകാലത്ത് മാംഗ്രോവ് തീരങ്ങളിലും മണൽ നിറഞ്ഞ നദീപ്രദേശങ്ങളിലും മുട്ടയിടുന്നത് സാധാരണയായിരുന്നു. പ്രജനന ചക്രം പ്രകൃതിയിലെ ജലനിരപ്പിന്റെ കാലക്രമവും സീസൺ മാറ്റം അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഈ പ്രാചീന കാലത്ത് ഈ ആമകൾ വലിയ ജലസമൃദ്ധമായിട്ടുള്ള നദികളിൽ വ്യാപകമായിട്ട് കാണപ്പെട്ടിരുന്നു. ഇന്ത്യ, മലേഷ്യ, ബോർണിയോ എന്നിവിടങ്ങളിൽ മനുഷ്യ നടപടികൾ പഴയ കാലത്തും ആരംഭിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് ഈ ആമകൾ ഭക്ഷണത്തിനും മുട്ടകൾക്കുമൊക്കെ ആയിട്ട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പുരാതന കാലത്തിന് മുൻപ് പ്രാദേശികവാസികളാൽ പെയിന്റ് റിവർ ടെറാപ്പിന്റെ മുട്ടകൾ ഭക്ഷണത്തിന് വേണ്ടി ശേഖരിച്ചിരുന്നതായിട്ട് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. മനുഷ്യവാസങ്ങളിൽ കൃഷി, മണ്ണെടുപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നദീതീരങ്ങളെ മാറ്റിവെക്കുകയും ആമകളുടെ പ്രജനന സ്ഥലങ്ങളെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 20ാം ശതകത്തിലെ വ്യവസായ വികസനവും ജലമലിനീകരണവും പ്രജനന ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുകയും ജനസംഖ്യയിൽ വലിയ കുറവ് ഉണ്ടാക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പെയിന്റ് റിവർ ടെറാപ്പിനെ ശാസ്ത്രീയപരമായിട്ട് ബറ്റാഗൂർ ബോർണിയോൻസിസ് എന്ന് തിരിച്ചറിയുകയും കരപ്പേസ് രൂപം, പ്രജനന സ്വഭാവം, നീന്തൽ ശേഷി എന്നിവ പഠിക്കുകയും ചെയ്തു. ഈ ആമയുടെ പ്രതിരോധ ആവശ്യങ്ങൾ, സംരക്ഷണ ആവശ്യങ്ങൾ എന്നിവ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കീഴിലായി. ഈ ജീവി ഭാവിയിൽ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അതിഥിയായിട്ടുള്ള പെയിന്റ് റിവർ ടെറാപ്പിൻ എന്ന ശുദ്ധജല ആമയുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത അതിഥിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.